യുദ്ധത്തിൽ പാണ്ഡവ സൈന്യത്തിന്റെ സർവ്വസൈന്യാധിപൻ ആരാവണമെന്ന് പല പേരും എല്ലാവരും പറഞ്ഞു. എല്ലാം കേട്ടുകഴിഞ്ഞ് ശ്രീകൃഷ്ണൻ യുധിഷ്ഠിരനെ നോക്കി ഇപ്രകാരം പറഞ്ഞു: യുധിഷ്ഠിര, ഇവർ നിർദ്ദേശിച്ചവരെല്ലാം പാണ്ഡവ സൈന്യത്തെ വിജയത്തിലേക്ക് നയിക്കുവാൻ കഴിവുള്ളവരാണ്. കൗരവരെ പരാജയപ്പെടുത്തുവാൻ കഴിവുള്ള സൈന്യം തന്നെയാണ് പാണ്ഡവരുടേത്. എങ്കിലും ദൃഷ്ടദ്യുമ്നനാണ് സേനാപതിയാകേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം. ശ്രീകൃഷ്ണന്റെ ഈ വാക്കുകൾ കേട്ട് എല്ലാവരും സന്തുഷ്ടരായി. അങ്ങനെ ദൃഷ്ടദ്യുമ്നനെ സൈന്യാധിപനാക്കി എല്ലാ ഒരുക്കങ്ങളും ആരംഭിച്ചു. സൈന്യം യാത്രയ്ക്കൊരുങ്ങി. ദ്രൗപദി തൻ്റെ തോഴിമാരോടൊപ്പം എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നു. യുധിഷ്ഠിരൻ യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ ധാരാളം ദാനകർമ്മങ്ങൾ ചെയ്തു എല്ലാവരുടെയും അനുഗ്രഹം തേടുന്നു. രാജാക്കന്മാരെല്ലാം ആഹ്ലാദഘോഷം മുഴക്കിക്കൊണ്ട് യാത്ര ചെയ്യുന്നു. ശബ്ദഘോഷവും വാദ്യഘോഷവും കൊണ്ട് അന്തരീക്ഷം മുഖരിതമായി. കൃഷ്ണനും അർജുനനും ഭീമസേനനും എല്ലാവർക്കും ആവേശം പകർന്നുകൊണ്ട് സൈന്യത്തിൻ്റെ മധ്യഭാഗത്തായുണ്ട്. അങ്ങനെ ആ സൈന്യം കുരുക്ഷേത്ര ഭൂമിയിൽ എത്തിച്ചേർന്നു. യുദ്ധത്തിൽ പാണ്ഡവ സൈന്യത്തിൻ്റെ സർവ്വസൈന്യാധിപൻ ആരാവണമെന്ന് പല പേരും എല്ലാവരും പറഞ്ഞു. എല്ലാം കേട്ടുകഴിഞ്ഞ് ശ്രീകൃഷ്ണൻ യുധിഷ്ഠിരനെ നോക്കി ഇപ്രകാരം പറഞ്ഞു: യുധിഷ്ഠിര, ഇവർ നിർദ്ദേശിച്ചവരെല്ലാം പാണ്ഡവ സൈന്യത്തെ വിജയത്തിലേക്ക് നയിക്കുവാൻ കഴിവുള്ളവരാണ്. കൗരവരെ പരാജയപ്പെടുത്തുവാൻ കഴിവുള്ള സൈന്യം തന്നെയാണ് പാണ്ഡവരുടേത്. എങ്കിലും ദൃഷ്ടദ്യുമ്നനാണ് സേനാപതിയാകേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം. ശ്രീകൃഷ്ണന്റെ ഈ വാക്കുകൾ കേട്ട് എല്ലാവരും സന്തുഷ്ടരായി. അങ്ങനെ ദൃഷ്ടദ്യുമ്നനെ സൈന്യാധിപനാക്കി എല്ലാ ഒരുക്കങ്ങളും ആരംഭിച്ചു. സൈന്യം യാത്രയ്ക്കൊരുങ്ങി. ദ്രൗപദി തൻ്റെ തോഴിമാരോടൊപ്പം എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നു. യുധിഷ്ഠിരൻ യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ ധാരാളം ദാനകർമ്മങ്ങൾ ചെയ്തു എല്ലാവരുടെയും അനുഗ്രഹം തേടുന്നു. രാജാക്കന്മാരെല്ലാം ആഹ്ലാദഘോഷം മുഴക്കിക്കൊണ്ട് യാത്ര ചെയ്യുന്നു. ശബ്ദഘോഷവും വാദ്യഘോഷവും കൊണ്ട് അന്തരീക്ഷം മുഖരിതമായി. കൃഷ്ണനും അർജുനനും ഭീമസേനനും എല്ലാവർക്കും ആവേശം പകർന്നുകൊണ്ട് സൈന്യത്തിൻ്റെ മധ്യഭാഗത്തായുണ്ട്. അങ്ങനെ ആ സൈന്യം കുരുക്ഷേത്ര ഭൂമിയിൽ എത്തിച്ചേർന്നു.